dear plus 2 students, നിങ്ങളുടെ മോഡൽ എക്സാം ആണ് ഈ വരുന്ന ഫെബ്രുവരി 18th അല്ലേ. സോ അതിനെ നിങ്ങൾ സെറ്റ് ആക്കി എടുക്കാനായിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? 0 to A+ എന്ന് പറയുന്ന ഒരു ലൈവ് സെഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രം മതിയോ നമുക്ക്? അല്ല അല്ലേ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു സെഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ വേണ്ട, ഒരു വൺ ഷോട്ടിൽ നമുക്ക് നമ്മളുടെ ഓരോ ചാപ്റ്റേഴ്സും എന്താണ് എന്ന് നമുക്ക് അറിയണം അല്ലേ. സോ അതിൻ്റെ ഒരു വൺ ഷോട്ട് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു ക്വിക്ക് ആയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? നമുക്ക് ഏതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഏരിയാസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഏതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോർഷൻസ്? മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് നോക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ പാർട്ട്ണർഷിപ്പ് ഡീഡ്. നെക്സ്റ്റ് വരുന്നത് പ്രൊവിഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. കാണാൻ പറ്റുന്നില്ലേ ഇത്? ഓക്കെ, ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതിന്റെ പ്രൊവിഷൻ എന്താണെന്നുള്ളത്. നെക്സ്റ്റ് വൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് വരുന്നുണ്ട്, അത് പഠിക്കണം. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നോക്കണം. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, ഇത്രയും ഏരിയാസ് ആണ് അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 0 to A+ ലൈവില് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിനകത്ത് നമ്മൾ ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ ആണ്. അപ്പൊ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ എന്താണ് ഏറ്റവും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് പാർട്ട്ണർഷിപ്പിന്റെ മീനിങ്ങും ഫീച്ചേഴ്സ് ആണ്. അപ്പൊ അതൊന്ന് നോക്കാം. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡെഫിനേഷൻ എല്ലാം നമ്മൾ തന്നിട്ടുള്ളതാണ്. ആൻഡ് അതിനകത്ത് 2 or more പേഴ്സൺസ് ജോയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. അതിന് എന്തുണ്ടായിരിക്കും? ഒരു എഗ്രിമെന്റോട് കൂടിയായിരിക്കും അവർ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യാനുള്ള എഗ്രിമെന്റ് മിനിമം അതിനകത്ത് 2 പേഴ്സൺസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതിലെ മെമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? മെമ്പേഴ്സ് ആണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ആ മെമ്പേഴ്സിനെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു, ആ പേഴ്സൺസിനെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു. എല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതിനെ നമ്മൾ ഫേം എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് നമുക്ക് അറിയാനുള്ളത്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ മിനിമം 2 നമുക്ക് കിട്ടും. 50 ആണ് 2 or more. അപ്പോൾ നമുക്ക് മിനിമം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നുള്ള ഫീച്ചർ നമുക്ക് കിട്ടി. ബിസിനസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു നോൺ ബിസിനസ് ആക്ടിവിറ്റി ആവാൻ പാടില്ല. ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയാലേ അതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അവിടെ എന്ത് വേണം? പ്രോഫിറ്റ് ഷെയറിങ് വേണം എന്നുള്ളതാണ്. അവിടെ ഒരു എഗ്രിമെന്റ് വേണം. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സും അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഏരിയ ഓക്കെ അല്ലേ? ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഏരിയ ഏതാണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണ് കേട്ടോ. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് എന്തെല്ലാം ഐറ്റംസ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താന്നാ പറഞ്ഞിട്ടുള്ളത്? റിട്ടൺ ഡോക്യുമെന്റ് ആണ്, റിട്ടൺ എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തെല്ലാം ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്, എന്തെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കത് പഠിക്കാനായിട്ട് ഈസി വേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫേമിനെ ബേസ് ചെയ്തിട്ടും പാർട്ട്നേഴ്സിനെ ബേസ് ചെയ്തിട്ടും തിങ്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഫേമിനെ ബേസ് ചെയ്തിട്ട്
ഫേമിന്റെ എന്ത് വേണം നമുക്ക്? നെയിം തീർച്ചയായിട്ടും വേണം അല്ലെ? അവരുടെ പ്ലേസ് വേണം. ഏതാണ് അതിന്റെ നേച്ചർ എന്താന്നുള്ളത് വേണം. എന്ന് കമൻസ് ചെയ്തു എന്നുള്ള ഡേറ്റ് അറിയണം. ഓക്കെ, അവരുടെ അക്കൗണ്ട്സ് എങ്ങനെയെല്ലാം സെറ്റിൽ ചെയ്യും എന്നുള്ളത്, സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയെല്ലാം സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണറുടെ നെയിം തീർച്ചയായിട്ടും നമുക്ക് അത് അറിയണം. നെയിം ആൻഡ് അഡ്രസ് എന്ന് എഴുതിക്കോളൂ കേട്ടോ, ഇവിടെയും നെയിം ആൻഡ് അഡ്രസ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഓക്കെ, അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് എന്താണ് എന്നുള്ളത്, അവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെ ഡ്രോയിങ്സ്, ക്യാപിറ്റൽ അതിലെല്ലാം ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓർ ലോസ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ഭാഗത്ത് നിന്ന് തിങ്ക് ചെയ്തുകൊണ്ട് ഏതിനകത്ത് കാണിക്കേണ്ടത്, പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? provision in the absence of പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആബ്സെന്റ് ആവുന്ന സിറ്റുവേഷനിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയാത്ത അല്ലെങ്കിൽ അത് ആബ്സെന്റ് ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ സർട്ടൻ ഐറ്റംസ് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ഈക്വൽ ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ A/B/C എന്നുണ്ടെങ്കിൽ 1:1 എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്നും ഫേം ലോൺ എടുത്തിട്ടുള്ളതാണ്. ആ കേസിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും 6% ഇൻട്രസ്റ്റ് ഫേം പാർട്ട്ണർക്ക് കൊടുത്തിരിക്കണം. ഓക്കെ ആണല്ലോ? ആൻഡ് നെക്സ്റ്റ്, സാലറി ടു പാർട്ട്ണർ ആവട്ടെ, അല്ലെങ്കിൽ കമ്മീഷൻ ആവട്ടെ, ഓർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവട്ടെ, ഓർ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആവട്ടെ, ഇതൊന്നും പറഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി, അതിനകത്ത് പറയുന്നില്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതായിരുന്നു? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ നമുക്കറിയാം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഏതെല്ലാം മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും? 2 മെത്തേഡ്സിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. സെക്കൻഡ് വൺ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ വാരി ചെയ്യുന്ന ഏത് ഐറ്റംസും നമുക്ക് ആ പെർട്ടിക്കുലർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കാം എന്നുള്ളതാണ്. സോ വി നീഡ് ടു പ്രിപ്പയർ ഓൺലി 1 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഹിയർ. ഏതായിരുന്നു ആ 1 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആൻഡ് ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ വന്നു അല്ലെ? ഫിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ ഒന്നിൽ കാണിക്കണം, ആൻഡ് വാരി ചെയ്യുന്ന ഐറ്റംസ് വേറെയിലും കാണിക്കണം. ഫിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കേണ്ടത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കണം. ആൻഡ് പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത് വാരി ചെയ്യുന്ന, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ കാണിക്കണം. ഓക്കെ, ഡൺ. അപ്പോ ഇതാണ് നമ്മുടെ മെത്തേഡ്സ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഡിഫറൻസ് എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഇത് മതി. ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ 2 അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെയാണ്, ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കേട്ടോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് അണ്ടർ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇപ്പോൾ പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട് പറയാം. കറന്റ് അക്കൗണ്ടിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ,
കമ്മീഷൻ, പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നുള്ള അവരുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങൾ, ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഏതിനകത്താണ് കാണിക്കേണ്ടത്? ഇതൊക്കെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഏതിനകത്താണ് കാണിക്കേണ്ടത്? പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റംസ് ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി അറിയാം നമുക്ക് എന്ത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആവട്ടെ കറന്റ് അക്കൗണ്ട് ആവട്ടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഐറ്റംസ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം എന്നുള്ളതാണ്. അതിൽ നിന്ന് പോകുന്ന ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ കാണിക്കണം? നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. സോ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിലോ അവർക്ക് കൊടുക്കേണ്ട ഐറ്റംസ് ആണ്. സോ നമ്മൾ അത് ഏത് സൈഡിൽ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ. സോ നെക്സ്റ്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ക്യാപിറ്റൽ ബാലൻസ് അതിനകത്ത് കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ പെർമനന്റ് വിഡ്രോവൽ കാണിക്കണം. പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കാണിക്കണം. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കാണിക്കണം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഏതിൽ കാണിക്കണം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് കാണിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണോ അതെല്ലാം നമ്മൾ പാർട്ട്നേഴ്സിന്റെ, കാരണം അവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു അക്കൗണ്ടേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെയാണ് അത് വരേണ്ടത്. എല്ലാ ഐറ്റംസും അതിനകത്ത് തന്നെ കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ. സോ ഇതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഏരിയയിൽ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏരിയ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും ഇത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സെറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആയിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ഏതാണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അവിടെ ഡെബിറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ക്രെഡിറ്റിലേക്ക് കൊടുക്കുന്നു, അവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഡെബിറ്റിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് മാറ്റമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ. അതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ട. അപ്പൊ അവിടുത്തെ ഐറ്റംസ് അങ്ങ് പഠിച്ചാൽ മതി. ഇവിടെ ഡ്രോയിങ്സ് എന്നുള്ളത് നമ്മൾ കാണിക്കണ്ട. അവിടെ ഡ്രോയിങ്സ് വരുന്നുണ്ട്, ഇവിടെ ഡ്രോയിങ്സ് വേണ്ട. ആൻഡ് ഇവിടെ ഒരു റിസേർവ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റംസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ. അത് ഡെബിറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിലുള്ള ബാലൻസ് ഫിഗർ പ്രോഫിറ്റ് ആവാം ലോസ് ആവാം, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഇതിലേക്കാണ്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എപ്പോഴായിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കുക. ആൻഡ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ട ഇതിലേക്കാണ്? പാർട്ട്നേഴ്സിന്റെ കറന്റ് അക്കൗണ്ടിലേക്കാണ് ഇതിന്റെ ബാലൻസിംഗ് ഫിഗർ കാണിക്കേണ്ടത്. ആൻഡ് വൺ മോർ തിങ്, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമുക്ക് ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ഏതായിരുന്നു? തീർച്ചയായിട്ടും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. ഒരേ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലേക്ക് കിടക്കാം. ബട്ട് അതിന് മുമ്പായിട്ട് ഒരു പോയിന്റ് കൂടെ ഇതിനകത്ത് നമുക്ക് പറയാനുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ല വരിക, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജേർണൽ എൻട്രീസും കൂടെ നമുക്ക് അറിയണം. ആ ക്വസ്റ്റ്യൻസും വരും. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ നില്ലായിരിക്കും, നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ മെയിൻലി ഇത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനകത്ത് അപ്രോപ്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്യൊന്നുമില്ല. ഓക്കെ. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്താൽ മതി എന്നർത്ഥം. ഓക്കെ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. ലോസ് ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടതില്ല. ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ചാർജ് എഗെയിൻസ്റ്റ്
പ്രോഫിറ്റ്. അപ്പൊ അത് നമുക്ക് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫൈ ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഇതാണ് അപ്രോപ്രിയേഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാതെ നമ്മൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിരിക്കണം. ആ സിറ്റുവേഷനിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അപ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുന്നത്. ആൻഡ് അപ്രോപ്രിയേഷനിൽ പ്രോഫിറ്റ് ഓൺ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എപ്പോഴാണ് കാണിക്കുന്നത്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. ഇനി നമുക്ക് എന്തറിയണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെന്റ് വേസ് ഉണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏതൊക്കെ വേസ് വരുന്നത് ഒന്ന് നോക്കാം. ഓക്കെ, കാണാൻ പറ്റില്ലേ? ഓക്കെ ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പോ അവിടെ നോ അഡീഷണൽ ഓർ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അവിടെ വിഡ്രോവൽ ഇല്ല എന്നുള്ള ഒരു കേസാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വിഡ്രോ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആൻഡ് ഫൈനലി ബോത്ത് അഡീഷൻ ആൻഡ് വിഡ്രോവൽ, അതായത് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, വിഡ്രോവലും ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നോ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആൻഡ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. അപ്പൊ അതില്ല. അപ്പൊ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഓപ്പണിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഓപ്പണിംഗ് ക്യാപിറ്റലിന് ആ ഓപ്പണിംഗ് ബാലൻസിന് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ പോരെ, അല്ലേ? അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണോ ഇൻറ്റു റേറ്റ് ബൈ 100 എന്ന് വരും. ഓക്കെ, ഫോർ 1 ഇയറിലേക്കാണ്. ഓക്കെ, 1 ഇയറിലേക്കാണ് അത് വരുന്നത്. ഇൻറ്റു റേറ്റ് ബൈ 100 എന്ന് വരും. അതാണ് നോർമലി നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അടുത്ത് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് പറയുമ്പോൾ 2 സ്റ്റെപ്പ് വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതേ സംഭവം, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് ക്യാപിറ്റലിന് തീർച്ചയായിട്ടും നമ്മൾ ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റലിന് എങ്ങനെയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100 ഫോർ 1 ഇയറിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം നമ്മൾ ഈ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണോ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടിൽ മെച്യൂരിറ്റി പീരിയഡ് ബൈ 12. അപ്പൊ എന്ന് മുതലാണ് കോൺട്രിബ്യൂട്ട് ചെയ്ത ആ മന്ത് മുതൽ ആ മെച്യൂരിറ്റി പീരീഡ് വരെ, അതാണ് നമ്പർ ഓഫ് മന്ത്സ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് ഇത് അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് വിഡ്രോവലിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലോ, വിഡ്രോവലിന്റെ കേസ് വരുന്നതും ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽമ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഓപ്പണിംഗ് ക്യാപിറ്റൽമ ആസ് യൂഷ്വൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ എന്തായിരിക്കും? ലെസ് ആയിരിക്കും വരിക, അല്ലെ? ലെസ് ആണ് വരേണ്ടത്. അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു പറയുമ്പോൾ ആ കോൺട്രിബ്യൂഷനും കൂടി ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കണം എന്നുള്ളതായതുകൊണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഇവിടെ എന്താണ്? ലെസ് ആണ് ചെയ്യേണ്ടത്. കാരണം അതിൽ നിന്നും അവർ ഓൾറെഡി കൊണ്ടുവന്ന ക്യാപിറ്റൽ ബാലൻസിൽ നിന്ന് അവർ കൊണ്ടുപോവാണ്. ഇനി അത്രയും കൊണ്ടുപോയപ്പോൾ നമ്മൾ വെറുതെ അങ്ങ് കൊടുക്കണോ? വേണ്ട. സോ നമ്മൾ അതെന്ത് ചെയ്യണം? ലെസ് ചെയ്തേക്കുക. അപ്പോൾ വിഡ്രോവൽ എത്രയാണോ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു month by 12. Number of months എന്ന് പറയുമ്പോൾ number of months from the withdrawal date till maturity period എന്നുള്ളതാണ്. And finally നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് മെത്തേഡിനകത്ത് നോക്കി ബോത്ത് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്, വിഡ്രോവലും ഉണ്ട്. ഇതെല്ലാം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അത് തീർച്ചയായിട്ടും ഈസി ആയിരിക്കും. അതിനകത്ത് 3 സ്റ്റെപ്പ് വരും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ, അല്ലെ? അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്തായിരിക്കും? അഡീഷണൽ ക്യാപിറ്റലിന്റെ ഈ ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് കാണിക്കുക. നമ്മൾ അതിൽ ലെസ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ലെസ് ചെയ്യേണ്ടത് ഇവിടെ വിഡ്രോവലിന്റെ നമ്മൾ കാണിച്ചിട്ടുള്ള അത് ലെസ് ചെയ്യുക. അപ്പൊ ഫൈനലി നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ ഇതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇത് ഒരു വർഷം പല രീതിയിലും ഏത് വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. പല മെത്തേഡും പല കേസിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഏരിയാസും ഒന്ന് കവർ ചെയ്യാം. ഈ
2, 3 ഫസ്റ്റ് 1 അറിഞ്ഞാൽ തന്നെ ക്ലിയർ ആവും. അഡീഷണൽ ആ ഒരു ലോജിക്ക് കിട്ടിയാൽ മതി, അതോടുകൂടി സെറ്റ് ആവും. ഓക്കെ, അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് മന്ത്ലി സെയിം എമൗണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് പറയാം, സെയിം എമൗണ്ട് ഡിഫറെന്റ് എമൗണ്ട് എന്നുള്ളത്. അപ്പോൾ സെയിം എമൗണ്ട് ഫ്രീക്വൻലി എന്ത് ചെയ്യാം? മന്ത്ലി വിഡ്രോ ചെയ്യാം, ക്വാർട്ടർലി വിഡ്രോ ചെയ്യാം. ഓക്കെ, മന്ത്ലി ആണെങ്കിൽ ക്വാർട്ടർലി ആണെങ്കിൽ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് മന്ത്ലി എപ്പോഴെല്ലാം വിഡ്രോ ചെയ്യാൻ പറ്റും? ബിഗിനിങ്ങിൽ വിഡ്രോ ചെയ്യാം, മിഡിൽ വിഡ്രോ ചെയ്യാം, എൻഡിൽ വിഡ്രോ ചെയ്യാം. ക്വാർട്ടർലിന്റെ കേസും അങ്ങനെ തന്നെയാണ്. ബിഗിനിങ്, മിഡിലും അതിന്റെ എൻഡില് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് AP എന്ന് പറയുന്ന ആവറേജ് പീരിയഡ് ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് ആവറേജ് പീരിയഡ് ആണ്. അപ്പൊ ആവറേജ് പീരിയഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻ ടു, ഇതിനകത്ത് ഇവിടെ കാണാൻ പറ്റില്ലേ? യെസ്, ഡ്രോയിങ്സ്, അതായത് ടോട്ടൽ ഡ്രോയിങ്സ് ആണ്, ആനുവൽ ഡ്രോയിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡ്രോയിങ്സ് ഇൻ ടു റേറ്റ് ബൈ 100 ഇൻ ടു ആവറേജ് പീരിയഡ് ബൈ 12. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആവറേജ് പീരിയഡ് ഓരോ സിറ്റുവേഷനിലും മാറും. മന്ത് ബിഗിനിങ്ങിലാണെങ്കിൽ ആവറേജ് പീരിയഡ് മാറുന്നു, മന്ത് മിഡിലാണെങ്കിൽ എൻഡ് ആണെങ്കിൽ അങ്ങനെ ആവറേജ് പീരിയഡ് മാറും. അപ്പൊ ആ ആവറേജ് പീരിയഡ് നോക്കുക, പഠിക്കാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് എന്തായിരുന്നു? മന്തിന്റെ കേസിലാണെങ്കിലും ക്വാർട്ടർലിയുടെ കേസിലാണെങ്കിലും മിഡിലുള്ളത് നമ്മൾ അങ്ങ് പഠിച്ചു വെക്കുക. ആവറേജ് പീരിയഡ് 6 ആണ് എന്നുള്ളത്. ആൻഡ് മന്തിന്റെ കേസിൽ നമുക്ക് വരുന്നത് ഏതാണ്? 0.5 നമ്മൾ അങ്ങ് മൈനസ് ചെയ്യുക ഈ സൈഡിലേക്ക്, എൻഡിലേക്ക്. ഇവിടെയാണെങ്കിൽ 0.5 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 6.5 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ എന്ത് കിട്ടും? 5.5 എന്ന് വരും. ആൻഡ് ക്വാർട്ടർലിയുടെ കേസിലാണെങ്കിൽ 1.5 മൈനസ് ചെയ്യുന്നു, 1.5 ആഡ് ചെയ്യുന്നു. സോ ഇവിടെ 7.5 കിട്ടുന്നു. ആൻഡ് എൻഡില് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 4.5 എന്ന് കിട്ടും. അപ്പൊ ഈ ആവറേജ് പീരിയഡ് ഇങ്ങനെ ഈ ടിപ്സ് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏത് മന്ത്ലി ആൻഡ് ക്വാർട്ടർലിയുടെ കേസിൽ ഫൈനലി ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആവറേജ് പീരിയഡ് ബൈ 12 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതിനകത്ത് തന്നെ നമുക്ക് വേറൊരു സിറ്റുവേഷനും കൂടെ വരുന്നുണ്ട്. ഏതാണ്? ഡിഫറെന്റ് എമൗണ്ട് ഡ്യൂറിങ് ഡിഫറെന്റ് പീരിയഡ്സ് കേട്ടോ. ഡിഫറെന്റ് പീരിയഡ്സിൽ ഡിഫറെന്റ് എമൗണ്ട് എന്ത് ചെയ്യാണ്? വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ. അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പൊ ഈ പ്രോഡക്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും, എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതിനകത്ത് പീരിയഡ് എത്ര മന്ത്സ് ആണ് വരുന്നത് എന്നുള്ളത്. ആൻഡ് ഫൈനലി നമ്മൾ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഇൻറ്റു പീരിയഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോർ എക്സാമ്പിൾ ABCD. ഓക്കെ, അപ്പൊ D കിട്ടുന്നത് എങ്ങനെയാണ്? B ഇൻറ്റു C. അത് ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് പ്രോഡക്റ്റ് ആൻഡ് ഫൈനലി ടോട്ടൽ പ്രോഡക്റ്റ്. ഓക്കെ, ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മളുടെ ഇതെന്തായിരിക്കും? ഇക്വേഷൻ എന്തായിരിക്കും? ടോട്ടൽ പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു, ഇവിടെ ആവറേജ് പീരിയഡ് നമ്മൾ 1 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ 1/12 എന്ന് വരും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആണ്. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. മെയിൻലി ന്യൂ പാർട്ട്ണർ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്താണ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഒരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്യാം എന്നുള്ളതാണ്.
guarantee of profit. Okay, sorry, a guarantee of profit to a പാർട്ട്ണർ എന്നുള്ളത്. ഇതിനകത്ത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, ന്യൂ പാർട്ട്ണർക്ക് ഒരു പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്യാണ്, ഒരു മിനിമം ഇത്ര തന്നിരിക്കും എന്നുള്ളത്. അത്രയും പ്രോഫിറ്റ് അവിടെ സഫീഷ്യന്റ് ആയിട്ട് ഇല്ലെങ്കിൽ പോലും അത്രയും എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഒരു പ്രോഫിറ്റ് നമുക്ക് ഫോർ എക്സാമ്പിൾ അവിടുത്തെ പ്രോഫിറ്റ് 20,000 ആണ്, അവർക്ക് കൊടുക്കാനുള്ളത് 30,000 ആണെന്നുണ്ടെങ്കിൽ ആ 30,000 നമ്മൾ കൊടുത്തിരിക്കണം. ഈ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് 20,000 ആൻഡ് അവർക്ക് കൊടുക്കാനുള്ള ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണെങ്കിൽ അവിടെയുള്ള ഡിഫറൻസ് എത്രയാണ്, 10,000 എന്താണ്, ഡെഫിഷ്യൻസി. ഈ ഡെഫിഷ്യൻസി ആര് മീറ്റ് ചെയ്യണം, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് മീറ്റ് ചെയ്യണം. ഓക്കെ, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആണ് കൊടുക്കേണ്ടത്, ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ചിലപ്പോൾ ഓൺലി 1 പാർട്ട്ണർ മാത്രമായിരിക്കാം ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കുക, ചിലപ്പോൾ എന്തായിരിക്കാം ഓൾ പാർട്ട്നേഴ്സ് ഗ്യാരണ്ടി ചെയ്യാം. ഓക്കെ, അതങ്ങനെ ക്വസ്റ്റ്യനിലുള്ള പോലെ ആയിരിക്കും. 1 പാർട്ട്ണർ ആവാം, ചിലപ്പോൾ 2 പാർട്ട്നേഴ്സ് ആവാം, ചിലപ്പോൾ 3 ഓൾ പാർട്ട്നേഴ്സും ഗ്യാരണ്ടി ചെയ്യാം എന്നുള്ളതാണ്. അവരാണ് ആ ഡെഫിഷ്യൻസി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാൽക്കുലേഷൻ എന്താണ് വരുന്നത്, ഈ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, എക്സിസ്റ്റിംഗ് ഡെഫിഷ്യൻസി കോൺട്രിബ്യൂട്ട് ചെയ്ത പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയർ എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. ഓക്കെ, share of profit of deficiency beared partners. Okay, അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയർ നമുക്ക് അറിയണം. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ആസ് പെർ ദ അവരുടെ ആ റേഷ്യോ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, ഡെഫിഷ്യൻസി എത്രയാണോ കോൺട്രിബ്യൂട്ടഡ് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, അവരുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇത്രയും കാൽക്കുലേഷൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABC പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ എക്കും ബിയും ഡെഫിഷ്യൻസി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെതും കാൽക്കുലേറ്റ് ചെയ്യണം, ബിൻ്റെതും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് സെറ്റായി. ഇനി അടുത്തത് ഏതായിരുന്നു, ലാസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആയിരുന്നു പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം നമുക്ക്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഓക്കെ. അപ്പൊ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ബുക്കില്ലേ ഈ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പറയുന്ന ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്, എന്തെങ്കിലും എറേഴ്സ് ഒമിഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ അതിനകത്ത് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ റോങ് ആയിട്ട് ഡെബിറ്റ് ചെയ്തു, റോങ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തു, എന്തെങ്കിലും ഐറ്റം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലോസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സിലെ അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. അതിന് 2 ways ആണ് വരുന്നത്. അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് 2 ways ഉണ്ട്. റെക്ടിഫൈ ചെയ്യാനുള്ള 2 ways എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് 2 എന്ന് പറയുന്നത് എന്താണ്, ഈ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യാണ്, ഡയറക്ട്ലി നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ആണ്. അതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് നെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, ആൻഡ് ദെൻ പ്രൊവൈഡ് ജേർണൽ എൻട്രി. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനകത്ത് നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് സൈഡ് ഉണ്ട് ആൻഡ് ഡെബിറ്റ് സൈഡ് വരുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡിനകത്ത് നമ്മൾ കൊടുക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്, ഫോർ എക്സാമ്പിൾ ഐറ്റംസ് omitted to debit to partners capital account. ഓക്കെ, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇങ്ങനെ ഓർത്താൽ മതി. ഈ ഒരൊറ്റ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ്, അപ്പൊ ഇവിടെ ഡെബിറ്റ് ആണ് കേട്ടോ.
ഫസ്റ്റ് ഒമിറ്റഡ് ആണ്. ഈ ടേംസ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഐറ്റം ഒമിറ്റഡ് ടു ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം ഇവിടെ ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഐറ്റംസ് റോങ്ലി. അപ്പൊ അടുത്ത ടേം എന്തായിരുന്നു? റോങ്ലി ഡെബിറ്റിന്റെ ഓപ്പോസിറ്റ് റോങ്ലി ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് പഠിച്ചപ്പോൾ ഇവിടുത്തെ പോയിന്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടി. ഇനി ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് ഈ സൈഡിൽ വരിക. അപ്പൊ ഇവിടെ എന്താണ് വരിക? ഡെബിറ്റ് സൈഡിൽ എങ്ങനെയായിരിക്കും വരിക? ഡെബിറ്റ് സൈഡിൽ വരുന്നത് ഐറ്റംസ് ഒമിറ്റഡ് ടു ക്രെഡിറ്റ് എന്ന് വരും അല്ലെ. ക്രെഡിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് വരും. അപ്പൊ എന്ത് വരും? ഐറ്റംസ് റോങ്ലി ഡെബിറ്റഡ് എന്ന് വരും. ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ഐറ്റം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ടിപ്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും സെറ്റാക്കാൻ പറ്റും നിങ്ങളുടെ മോഡൽ എക്സാം ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ പബ്ലിക് എക്സാം. ഓക്കെ, ആൻഡ് ഫൈനൽ ഏരിയ ആണ് നെക്സ്റ്റ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നുള്ള ആ വേ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ ഏതായിരുന്നു? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡയറക്ട്ലി നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടത് പ്രോഫിറ്റ് ആക്ച്വലി ക്രെഡിറ്റഡ്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആക്ച്വലി ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എടുക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? എമൗണ്ട് ടു ബി റെക്കോർഡഡ്. ഇനി റെക്കോർഡ് ചെയ്യേണ്ടത് എറർ സംഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നമുക്ക് സെർട്ടൻ ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. സെർട്ടൻ ഐറ്റംസ് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ചെയ്യുക, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ലെസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അതിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഐറ്റംസ് നമ്മൾ ലെസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് എന്താണ്? അതിന്റെ നെറ്റ് ഇഫക്റ്റ് ആണ്. എങ്ങനെ? എ മൈനസ് ബി ചെയ്താൽ നമുക്ക് ഫൈനൽ എമൗണ്ട് കിട്ടും. ഓക്കെ, എ മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഇഫക്റ്റ്. ഈ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഫൈനൽ എമൗണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് നോക്കണം. പോസിറ്റീവ് ആൻസർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? പ്രോഫിറ്റ് ആക്ച്വലി നമ്മൾ ഇത്രയും ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇനി എമൗണ്ട് ടു ബി ഇനി റെക്കോർഡ് ചെയ്യേണ്ടത് ഇതാണ് എന്നുള്ളത്. അപ്പൊ പോസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ അതിൽ എക്സസ് ക്രെഡിറ്റ് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. കൂടുതൽ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എക്സസ് ക്രെഡിറ്റ് ആണ്. അപ്പൊ എക്സസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു ക്യാൻസൽ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം അല്ലേ? ആൻഡ് നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ എന്താ അതിന്റെ മീനിങ്? ഷോർട്ട് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഷോർട്ട് ക്രെഡിറ്റിന് നമുക്ക് ക്രെഡിറ്റ് കാണിക്കണമെങ്കിൽ അതിനങ്ങ് ക്രെഡിറ്റ് ചെയ്തേക്കണം, അത്രേ ഉള്ളൂ. ക്രെഡിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളുടെ എൻട്രി എന്തായിരിക്കും നെക്സ്റ്റ് വരുന്ന എൻട്രി? അപ്പോൾ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ account debtor to sacrificing partners capital account. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ എൻട്രി വരുന്നത്. ഓക്കെ, ഡൺ. സോ ക്യുക്ക് റിവിഷൻ ഓവറായിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ ഇത് ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ കാണുക. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. മോഡൽ എക്സാം നിങ്ങൾക്ക് സെറ്റ് ആവാം ആൻഡ് പവർഫുൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഓക്കെ, താങ്ക് യു.